ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സോയ ചങ്ക്സ് കൊണ്ട് വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് സോയാ ചങ്ക്സ് ആണ്. ഇതുപോലെ 2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ സോയാ ചങ്ക്സ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള സോയാ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ 2 പീസായിട്ട് നമുക്കത് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും. ഈ ഒരു കപ്പിന് 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ സോയാ ചങ്ക്സ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി വേണ്ടത് നന്നായിട്ട് തിളച്ച നല്ല ചൂട് വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെറിയൊരു മസാലക്കൂട്ടം ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മീഡിയം സൈസ് തക്കാളിയിൽ ഒരു 2 തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1.5 തക്കാളി മതിയാവും. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6ഓളം വെളുത്തുള്ളി അല്ലിയും കൂടി, അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. ഇനി വേണ്ടത് പെരിഞ്ജീരകം പൊടിച്ചതാണ് 1/2 ടീസ്പൂൺ അളവിൽ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിലുള്ള വെള്ളം തന്നെ ധാരാളം മതിയാവും. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരല്പസമയം മാത്രം നമ്മളിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതായത് ഇതിനുള്ളിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് തന്നെ മാറ്റണം. ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ചെയ്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് ആ ഗ്രേവി പിടിച്ച് കിട്ടില്ല. അതിൻ്റെ പേരിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ആ ചൂട് മാറാനായിട്ട് ഇതിലേക്ക് പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ആ ചൂട് മാറിയതിന് ശേഷം പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 2 ഏലക്കയും 3 ഗ്രാമ്പു ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും ചേർക്കുകയാണ്. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്ക് വേണ്ടത് 2 ചെറിയ സവാള ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1.5 സവാള മതിയാവും കേട്ടോ. സവാളയും ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് ഹൈയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരുപാട് സമയത്ത് വഴറ്റി കളർ വരെ മാറുന്നവരെ ആ ഒരു രീതിക്ക് വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് വഴണ്ട് കിട്ടി തുടങ്ങിയാൽ മതിയാവും കേട്ടോ. ഇതുപോലെ ഒരു സോയ ചങ്ക്സ് കറി തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. സവാള ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ നമ്മുടെ തക്കാളി പേസ്റ്റ്, അതും കൂടി ചേർക്കാവുന്നതാണ്. ഈ ഒരു മസാല കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇനി നമ്മുടെ തക്കാളിയുടെയും അതുപോലെ തന്നെ നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയം വെള്ളം ഒന്നും ചേർക്കരുത്. നന്നായിട്ട് നമ്മുടെ ഈ തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് എൻ്റെ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കിട്ടട്ടെ. ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ തക്കാളി മസാലക്കൂട്ടെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ചേർക്കാവുന്നതാണ്. സോയ ചങ്ക്സും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് ഞാനൊന്ന് മീഡിയത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി എല്ലാ സമയത്തും മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. നല്ലതുപോലെ മസാലകളെല്ലാം നമ്മുടെ സോയ ചങ്ക്സിൽ പിടിക്കുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. 2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇതുപോലെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്.
ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാവുന്നതാണ്. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരട്ടെ. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഏകദേശം ഒന്ന് വറ്റി കിട്ടും. കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സോയ ചങ്ക്സൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് ഈ മസാലയൊക്കെ ഇതിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലൊരു 3 വിസിലോളം വന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഈ പ്രഷർ തുറന്ന് വിടരുത്. അതായത് ഇതിൽ കംപ്ലീറ്റ് പ്രഷർ ഇങ്ങനെ ഇരുന്നൊന്ന് പോയതിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാവുന്നതാണ്. നമ്മുടെ സോയ ചങ്ക്സ് കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി. ഇനി ഇത് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് കറി ആയിരിക്കും ഇതെന്ന്. അതായത് നമുക്കൊരു നോൺ വെജ് കറിയെ കഴിക്കില്ലേ, അത് ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ സോയ ചങ്ക്സ് കറിക്ക് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സലാഡ് വെച്ച് കഴിക്കാവുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊരു സോയ ചങ്ക്സ് കറി തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.